കവളങ്ങാട് പഞ്ചായത്തിൽ 7ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി നാടിന് സമർപ്പിച്ചു. അംഗൻവാടിയുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. കവളങ്ങാട് പഞ്ചായത്ത് 7ാം നമ്പർ സ്മാർട്ട് അംഗൻവാടി കോതമംഗലം MLA ആന്റണി ജോൺ ഉദ്ഘാടനം ചെയ്തു. ഇത്തരം അംഗനവാടികൾ നമ്മുടെ കുട്ടികൾ കളിച്ചും ചിരിച്ചും വളരേണ്ട പ്രായത്തിലാണ് അവരെ അംഗനവാടികളിലേക്ക് അയക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വീടിനകത്ത് എന്തെല്ലാം നിലയിലുള്ള സാഹചര്യമാണോ കുട്ടികൾക്ക് ലഭിക്കുന്നത്, അതിനുതകുന്ന നിലയിലുള്ള സാഹചര്യങ്ങളും സൗകര്യങ്ങളും അംഗനവാടികളിലും ഉണ്ടാകണമെന്നുള്ളതാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലെ മുഴുവൻ അംഗനവാടികളും സമയബന്ധിതമായി തന്നെ സ്മാർട്ട് അംഗനവാടികൾ എന്നുള്ള നിലയിലേക്ക് മാറ്റുകയാണ്. ഇപ്പോൾ നമുക്കറിയാം, രാജ്യത്ത് ആദ്യമായിട്ടാണ് നമ്മുടെ വിദ്യാലയങ്ങളെല്ലാം പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസ മേഖല വരെ വലിയ മാറ്റങ്ങൾക്ക് വിധേയമാകുന്ന ഒരു ഘട്ടത്തിലാണ് നമ്മുടെ കൊച്ചു കുട്ടികൾ അവർ ആദ്യമായി കടന്നു വരുന്ന അംഗനവാടികൾക്കും വളരെ മെച്ചപ്പെട്ട സൗകര്യം ഉണ്ടാകണമെന്ന് ഗവൺമെന്റ് കാണുന്നത്. അപ്പം അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇവിടെ തന്നെ 30 അംഗനവാടികൾ, നമ്മുടെ ഈ പഞ്ചായത്തിൽ 30 അംഗനവാടികൾ പ്രവർത്തിക്കുന്നുണ്ട്. ഓരോ അംഗനവാടികളും വളരെ മെച്ചപ്പെട്ട നിലയിലാണ്. അതിൻ്റെ അടിസ്ഥാന പശ്ചാത്തല സൗകര്യ കാര്യത്തിനകത്തൊക്കെ നല്ല മാറ്റം നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ എത്രയോ സൗകര്യമാണ്. വിശാലമായ ഇരുനില മന്ദിരമാണ്. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പ്രദേശത്തെ ജനങ്ങൾക്ക് തികഞ്ഞ ജനവാസ മേഖലയാണ്. ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു പ്രദേശം എന്നുള്ള നിലയിൽ ജനങ്ങളുടെ പൊതുവായ ആവശ്യങ്ങൾക്കൊക്കെ ഒത്തുകൂടുന്നതിനുള്ള ഒരു പൊതു ഇടം എന്ന നിലയിൽ കൂടി നമുക്ക് ഈ സൗകര്യം ഉപയോഗിക്കാൻ കഴിയും. ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇൻചാർജ് TH നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഫാദർ പയസ് മാത്യു, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ TK കുഞ്ഞുമോൻ എന്നിവർ മുഖ്യാതിഥിയായി. പഞ്ചായത്ത് അംഗങ്ങളായ ടീന ടിനു, ജിൻസി മാത്യു, ലിസി ജോർജ്, സൗമ്യ ശശി, ഹരീഷ് രാജൻ, സന്ധ്യ ജെയ്സൺ, ജിംസിയ ബിജു, സുഹ്റ ബഷീർ, രാജേഷ് കുഞ്ഞുമോൻ, തോമാച്ചൻ ചാക്കോച്ചൻ, അഡ്വക്കേറ്റ് MK വിജയൻ, ജലിൻ വർഗീസ്, CDPO ജിഷ ജോസഫ്, ICDS സൂപ്പർവൈസർ രാജു N നായർ, ALMC അംഗങ്ങളായ ലൗലി, ജിജി, ജയ, അനസ് KA, അലീന സിജോ, ആശാപ്രവർത്തകർ, കുടുംബശ്രീ അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സൈജൻ ചാക്കോ സ്വാഗതവും സോഫിയ MA നന്ദിയും രേഖപ്പെടുത്തി. സെന്റർ നമ്പർ 14 അംഗൻവാടി നേരിമംഗലം സ്റ്റേറ്റ് തലത്തിൽ ബെസ്റ്റ് അംഗൻവാടിക്കുള്ള അവാർഡ് നേടിയ രാധിക ടീച്ചറെ ചടങ്ങിൽ ആദരിച്ചു. ഹെൽപ്പർ ഓമൻ ചേച്ചിയെയും ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.